Good morning, ma'am. 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 Okay. Then sound clear ആണോ? Good morning, ma'am. Clear ആണോ? Yes, ma'am. Clear ആണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അത്യാവശ്യം നിങ്ങൾക്ക് ക്ലാരിറ്റിയോടുകൂടി കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? Yes, ma'am. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ മ്യൂട്ട് ആണ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് 10 മിനിറ്റ്സ് നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, ദെൻ എന്തെങ്കിലും ഞാൻ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം. അത് കമന്റിലൂടെയോ അല്ലെങ്കിൽ കമന്റ്സ് എന്തെങ്കിലും ചെയ്തൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് റെസ്പോണ്ട് ചെയ്യാം ക്ലാസ്സിൽ. ഓക്കെ, ദെൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏകദേശം ഒരു ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളൊരു ചാപ്റ്ററിന്റെ ഏകദേശം ഓൾമോസ്റ്റ് ഒരു ഹാഫ് പോർഷൻ എല്ലാത്തിൽ കൂടുതൽ നമ്മൾ പോർഷൻസ് കവർ ചെയ്തു അല്ലെ? ആണോ? ഓർമ്മയുണ്ട് എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്? നമ്മൾ ഇനി ഒരു ലാസ്റ്റ് ഒരു സെക്ഷനും കൂടി അല്ലേ ഇവിടെ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഓരോ മറ്റേ വാല്യുബിൾ ക്ലോത്ത് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഗോൾഡും കാര്യങ്ങളൊക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞു അല്ലെ? Then admission from emergency department നമ്മൾ പറഞ്ഞായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? ഇല്ല മാം. ഓക്കെ, ഈ ഒരു സെക്ഷനും കൂടിയാണ് നമുക്ക് ഇനി എടുക്കാവുന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓക്കെ, ഏതാണ് നമ്മൾ ഇനി എടുക്കാവുന്നത്? ഓക്കെ, അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇനി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിലെ അത്യാഹിത വിഭാഗം എന്ന് പറയും അല്ലെ? നമ്മള് ഒരു എമർജൻസി എന്നൊക്കെ പറയും. എമർജൻസി കേസസിന് എങ്ങനെയാണ് അവിടെ അഡ്മിഷൻ, എമർജൻസി കേസസിൽ അഡ്മിഷൻ എടുക്കുന്നതെന്നാണ് നോക്കുന്നത്. ഓരോ പോയിന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഓരോ പോയിന്റ് ഒന്ന് വിശദീകരിക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കാം. When they get confirmation that a patient has arrived with an emergency to the hospital campus, the first thing they do is give a call to ward boys and patient attendants to shift the patient from ambulance to stretcher. എന്താണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്? When they get confirmation the patient has arrived. ഇപ്പോ ഒരു പേഷ്യന്റ് നമുക്ക് അറൈവ് ചെയ്യുന്നുണ്ട്, അതായത് എന്തെങ്കിലും ഒരു കേസസോ വേറെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേഷ്യൻസ് വരുന്നു എന്ന് നമ്മൾ കൺഫേം ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഹോസ്പിറ്റൽ, അതായത് ക്യാമ്പസിനുള്ളിലേക്ക്, ആ ഒരു ഹോസ്പിറ്റലിനുള്ളിലേക്ക് ഒരു പേഷ്യൻസിനെ കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് കേസസോ മറ്റേതെങ്കിലും കേസസ് ആയിട്ട് പേഷ്യൻസ് വരുന്നു എന്നറിഞ്ഞാൽ the first thing they do give a call to ward boys and patient attendants to shift the patient from ambulance to stretcher. നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് തന്നെ വാർഡ് ബോയ്സിനെ വിളിക്കുക. അറ്റൻഡറും കാര്യങ്ങളൊക്കെ അവരൊക്കെ തന്നെയാണ് വാർഡ് ബോയ്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? വാർഡ് ബോയ്സിനെ വിളിക്കുക. ദെൻ എന്ത് ചെയ്യണം? നമ്മൾ പേഷ്യന്റിനെ ആംബുലൻസിൽ കൊണ്ടുവരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യൻസിനെ ആംബുലൻസിൽ നിന്നും സ്ട്രക്ചറിലേക്ക് പുറത്തേക്ക് എടുത്ത് ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. ഇതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അധികം എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റ്സ് ഒക്കെയാണ് കേട്ടോ. ഓക്കെ, then second point, give a call to medical officer. ഇനി നെക്സ്റ്റ് സെക്കൻഡ് എന്താ ചെയ്യുന്നത്? മെഡിക്കൽ ഓഫീസറെ വിളിക്കുക, മെഡിക്കൽ ഓഫീസറെ കോൾ ചെയ്യുക. മൂന്നാമത്തത്, after the medical officer examines the patient they ask him as to where they have to shift a patient. ഇനി നമ്മൾ എന്ത് ചെയ്തു? മെഡിക്കൽ ഓഫീസറെ വിളിച്ചു. ഫസ്റ്റ് എന്ത് ചെയ്തു? പേഷ്യന്റ് വന്നു, വാർഡ് ബോയ് വന്നു, എന്ത് ചെയ്തു? ആംബുലൻസിൽ നിന്നും സ്ട്രക്ചറിലെ ആളെ നമ്മൾ അകത്തേക്ക് കൊണ്ടുപോയി. ദെൻ നമ്മൾ സെക്കൻഡ് എന്ത് ചെയ്തു? മെഡിക്കൽ ഓഫീസറെ കോൾ ചെയ്തു. മൂന്നാമത് എന്ത് പറഞ്ഞു? മെഡിക്കൽ ഓഫീസർ വന്നു. ദെൻ പേഷ്യന്റിനെ എക്സാമിൻ ചെയ്തു, പേഷ്യന്റിനെ ഒന്ന് നിരീക്ഷിച്ചു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? they ask him as to where they have to shift a patient. ഇനി ഈ പേഷ്യന്റിനെ എങ്ങോട്ടാണ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് മെഡിക്കൽ ഓഫീസർ തീരുമാനിക്കുന്നു, പറയുന്നു. അതായത് എങ്ങോട്ടാണ്? ഇപ്പൊ അത്യാവശ്യം തന്നെ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ട് കൊണ്ടുവന്നിരുന്ന ആളെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറയും അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് തന്നെ ഒരു സർജറി വേണമെങ്കിൽ ആ ഒരു സർജറിക്ക് വിധേയമാക്കാൻ പറയും. സോ എങ്ങോട്ടാണോ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഈ മെഡിക്കൽ ഓഫീസർ ആയിരിക്കും. ദെൻ നാലാമത്തെ പോയിന്റ് നോക്കാം. Generally, they shift the patient to the ICU
and after patient becomes stable, only then shift the patient to concerned ward. ഇനി ഇപ്പൊ ഒരു പേഷ്യന്റിനെ നമ്മൾ ഐസിയുലേക്കാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ആക്സിഡന്റ് കേസസിലും മറ്റ് ഗുരുതരമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്ന പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഐസിയുലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുക ആദ്യം. Then after patient becomes stable, എപ്പോഴാണോ പേഷ്യന്റ് സ്റ്റേബിൾ ആയിരിക്കുന്നത്? നമുക്കറിയാം പേഷ്യൻസ് ഐസിയിലൊക്കെ കിടക്കുമ്പോൾ ചിലപ്പോ ചില പേഷ്യൻസ് ചിലപ്പോ 1 day ആ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് പെട്ടെന്ന് ഒരു റിക്കവറി ഒക്കെ വരും. അല്ലെങ്കിൽ ചില പേഷ്യൻസിന് ഒരു 2 days ഒക്കെ ഐസിയുയിൽ ഓൾറെഡി അഡ്മിറ്റഡ് ആകേണ്ടി വരും. സോ പേഷ്യൻസ് ഒന്ന് ചെറുതായിട്ട് ആളൊന്ന് സ്റ്റേബിൾ ആയാൽ മാത്രമേ നമ്മള് ആളെ ഐസിയിൽ നിന്നും അപ്പൊ തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിടാറുണ്ടോ? അങ്ങനെയാണോ ചെയ്യുന്നത്? നമ്മുടെ ഐസിയുവിൽ ഒരു പേഷ്യൻസിന് 2 ദിവസമോ 3 ദിവസമോ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു, ആള് കുറച്ച് റിക്കവറി ഒക്കെ ആയതിനു ശേഷം എന്ത് ചെയ്യും? നമ്മൾ വാർഡിലേക്കോ അല്ലെങ്കിൽ റൂമിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്നു. ആ ഒരു കാര്യമാണ് 4ാമത്തെ പോയിന്റിൽ പറയുന്നത്. അതായത് ഐസിയുവിലാണ് ഒരു പേഷ്യന്റിന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആള് ഒന്ന് സ്റ്റേബിൾ ആയിട്ട്, സ്റ്റേബിൾ മീൻസ് ഒന്ന് റിക്കവറി ഒക്കെ ആകുക പറയില്ലേ, അപ്പൊ ആള് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യും? കൺസേൺഡ് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ, ആദ്യത്തെ 4 പോയിന്റ് ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. ഫസ്റ്റ് എന്താണ്? നമ്മളൊരു രോഗി ഹോസ്പിറ്റലിലേക്ക് വരുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ വാർഡ് ബോയ്സിനെ വിളിക്കാം. ദെൻ ആംബുലൻസിൽ കൊണ്ടുവന്ന ഒരു രോഗിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ആംബുലൻസിലേക്ക് ചെല്ലാം, സ്ട്രക്ചർ വിളിച്ചിട്ട് അകത്തേക്ക് രോഗിയെ പ്രവേശിപ്പിക്കുക. എന്നിട്ട് പ്രവേശിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മെഡിക്കൽ ഓഫീസറെ വിളിക്കാം. ദെൻ മെഡിക്കൽ ഓഫീസർ വന്നു, പേഷ്യന്റിനെ ഒന്ന് നോക്കി എക്സാമിൻ ചെയ്തു. ദെൻ എവിടെയാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് മെഡിക്കൽ ഓഫീസർ പറയുന്നു. ദെൻ എന്നിട്ട് എന്താ ചെയ്യുക? ഇപ്പോ ഐസിയുലേക്കാണ് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്തതെങ്കിൽ ആള് സ്റ്റേബിൾ ആയതിന് മാത്രമായിരിക്കണം മറ്റു വാർഡിലേക്കോ റൂമിലേക്കോ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? 4 പോയിന്റ് ക്ലിയർ ആയോ? റെസ്പോണ്ടിലാണോ? ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയോ? എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ളത് തന്നെയാണ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ഒരു 4 പോയിന്റ് കൂടി നോക്കാം. നെക്സ്റ്റ് നോക്കാം. 5th പോയിന്റ്. After counseling with the consultant and permission of the same, they do registration patient in IPD register in their software too. ഇനി ആഫ്റ്റർ കൺസൾട്ടന്റ്, രോഗിയെ നമ്മളെ കൺസൾട്ടന്റിന് ശേഷം എന്ത് ചെയ്യും? കൺസൾട്ടന്റിന് ശേഷം നമ്മളുടെ ആ ഒരു IPD രജിസ്റ്ററിലും, IPD മീൻസ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അപ്പൊ ഒരു ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു രജിസ്റ്ററിലും ദെൻ അവരുടെ സോഫ്റ്റ്വെയറിലും നമ്മളെ ഒന്ന് രജിസ്റ്റർ ചെയ്യും. ആ രോഗിയുടെ പേരും വിവരങ്ങളും എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്യും. ദെൻ 6th പോയിന്റ് നോക്കാം. Fill the patient concern form and after telling them the purpose and meaning of from, get it signed by the patient's relatives. നമുക്കറിയാം ഇപ്പോ സർജറി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പേഷ്യൻസിന്റെ ആ റിലേറ്റീവ്സിനെ കൊണ്ട് കൺസേൺ ഫോം സൈൻ ചെയ്യാറില്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ചോദിക്കുന്ന റെസ്പോൺസ് ഒന്നും ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ രാവിലെ തന്നെ എല്ലാവരും ഒട്ടത്തിലാണോ? ഓക്കെ, അപ്പൊ ഒരു കൺസേൺ ഫോം ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് ഈ IPD രജിസ്റ്ററിലും സോഫ്റ്റ്വെയറിലൊക്കെ നമ്മുടെ കാര്യങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് അപ്ലോഡ് ചെയ്യും. ദെൻ പേഷ്യൻസിന്റെ ആ ഒരു കൺസേൺ ഫോം ഫില്ല് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് ഫർദർ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോണെയാണ് അല്ലെ. അപ്പൊ അത് സംബന്ധമായിട്ടുള്ള ഒരു കൺസേൺ ഫോം എന്ത് ചെയ്യും? റിലേറ്റീവ്സിനെ കൊണ്ട് ഒന്ന് സൈൻ ചെയ്യിക്കും. അതാണ് 6ാമത്തെ പോയിന്റിൽ പറയുന്നത്. ദെൻ 7th പോയിന്റ് നോക്കാം. Send the file of patient to the corresponding ward where the medical officer has asked the patient to be shifted. ഒരു പ്രാവശ്യം കൂടി വായിക്കാം. Send the file of patient. പേഷ്യന്റിന്റെ ഫയല് സെൻഡ് ചെയ്യുന്നു to the corresponding ward where the medical officer has asked the patient to be shifted. ഇപ്പോ രോഗിയെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണേ? ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് അല്ലെ. രോഗിയെ മാറ്റാൻ മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെടുകയാണെങ്കിൽ രോഗിയുടെ ഫയൽ എന്ത് ചെയ്യാം? ഏത് വാർഡിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യേണ്ടത് ആ വാർഡിലേക്ക് എന്ത് ചെയ്യാൻ കൊടുക്കുക. ഓക്കെ, then 8th point നോക്കാം. Confirming that the file of patient is received by MO. MO എന്ന് പറഞ്ഞാല് MO ഇത്ര നേരം പറഞ്ഞില്ലേ? MO എന്ന് എന്താ MO എന്ന് പറയുന്നത്?
മെഡിക്കൽ ഓഫീസർ അങ്ങനെ പറഞ്ഞില്ല നമ്മള്. ഇനി അവിടത്തെ ഇപ്പൊ ഒരു എംഒ കണ്ടപ്പോ ആരും പെട്ടെന്ന് പേടിക്കൊന്നും വേണ്ട. മെഡിക്കൽ ഓഫീസർ. ഓക്കെ, അപ്പോ confirming that the file of patient is received by MO of the corresponding ward. അതായത് എന്താണ്, ഇപ്പോ രോഗിയുടെ വാർഡ് ബന്ധപ്പെട്ട വാർഡില് നമ്മൾ പറഞ്ഞില്ലേ മെഡിക്കൽ ഓഫീസർ പറയുകയാണെങ്കിൽ നമ്മള് ആ പേഷ്യൻസിന്റെ ഒരു റെക്കോർഡ് എന്ത് ചെയ്യുക, ഫയല് ബന്ധപ്പെട്ട വാർഡിൽ അയക്കണം എന്ന്. ഇനി രോഗിയുടെ ഫയല് ആ ഒരു ബന്ധപ്പെട്ട വാർഡില് മെഡിക്കൽ ഓഫീസറിന് ലഭിച്ചതായിട്ട് ഒന്ന് സ്ഥിരീകരിക്കുക, കൺഫേം ചെയ്യുക. ഇത് അയച്ചിട്ടുണ്ട് പക്ഷെ ആർക്ക് കിട്ടി എന്നുള്ളൊരു സ്ഥിരീകരിക്കുക. ഇതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഒന്നും കൂടി പറയാം, അഞ്ചാമത്തെ പോയിന്റ് തുടങ്ങി പറയാട്ടോ. നോക്കാം. ആഫ്റ്റർ കൗൺസിലിംഗ് വിത്ത് കൺസൾട്ടന്റ് ആൻഡ് പെർമിഷൻ ഓഫ് ദ സെയിം do registration patient IPD register and in their software. നമ്മൾ കൺസൾട്ടൻസിന് ശേഷം പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും വിവരങ്ങളും എന്ത് ചെയ്യാം, IPD രജിസ്റ്ററിൽ എഴുതുകയും then സോഫ്റ്റ്വെയറിലോട്ടും കൂടി അതിനൊന്ന് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുക. Then fill the patient concern form. After telling them the purpose and meaning of form, get it signed by patient relatives. പേഷ്യൻസിന്റെ അല്ലെങ്കിൽ തുടർ ചികിത്സയുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു കൺസേൺ ഫോമില് റിലേറ്റീവ്സിനെ കൊണ്ട് എന്ത് ചെയ്യാം, സൈൻ ചെയ്യിക്കുക. Then seventh നോക്കാം. Send the file of patient to the corresponding ward where the medical officer has asked the patient to be shifted. ഇനി മെഡിക്കൽ ഓഫീസറിന്റെ ആവശ്യപ്പെടുകയാണെങ്കിൽ വേറൊരു വാർഡിലേക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ രോഗിയുടെ ഫയൽ എന്ത് ചെയ്യാം, ആ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് നോക്കാം. Confirming that the file of patient is received by MO of the corresponding ward. കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ നമ്മൾ ഏഴാമത്തെ പോയിന്റിലെ. ഇനി ആ വാർഡിലെ മെഡിക്കൽ ഓഫീസറിന് ആളുടെ ഫയൽ കിട്ടി എന്ന് എന്ത് ചെയ്യാം, സ്ഥിരീകരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിഷനിൽ പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയോ? വലിയ കുഴപ്പമില്ലല്ലോ, എളുപ്പമുള്ള പോയിന്റ്സ് അല്ലേ? ഓക്കെ, ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. എല്ലാവരും ഒന്ന് വായിക്കാം കേട്ടോ. 8 പോയിന്റുകളും ഒന്ന് വായിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ക്ലിയർ ചെയ്യാം. ഡൗട്ട്സ് വരാൻ ചാൻസ് ഇല്ല. അത്യാവശ്യം ഞാൻ 2 പ്രാവശ്യം നിങ്ങൾക്ക് മാക്സിമം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. ഓരോ പോയിന്റും വായിക്കാം. നിങ്ങൾ തന്നെ ഒരു മീനിങ് എന്ത് ചെയ്യാം, മനസ്സിലൊന്ന് കാണാം. ഓക്കെ, വായിച്ചോളൂ. എല്ലാ പോയിന്റ്സും വായിക്കണേ. ഓക്കെ, വായിച്ചോ. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണേ. കംപ്ലീറ്റ് ആയോ? ഓക്കെ, നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഇവിടെ വരെ ഉള്ളൂ. ദെൻ ഒരു ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ. നമുക്ക് ഫസ്റ്റ് തുടങ്ങി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എങ്ങനെയാണ്, ക്ലിയർ ആയോ? എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ലാലോ? ബുദ്ധിമുട്ടുണ്ടായോ? നമ്മൾ ഈ എടുത്തൊരു ചാപ്റ്റർ ചെറിയ ചാപ്റ്റർ ആണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർന്നു. ഓക്കെ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഈ ചാപ്റ്റർ വലിയ ബുദ്ധിമുട്ടില്ലാലോ? ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും?
ഓക്കെ, നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ചെറിയ കുഞ്ഞു ചാപ്റ്റർ ആണ്, നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് തുടങ്ങി നോക്കാം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ നിങ്ങളൊന്ന് സൈഡിലൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാ, ഒന്ന് വരച്ചിടുകയോ അങ്ങനെയൊക്കെ ചെയ്തിടാട്ടോ. നമ്മൾ ഫസ്റ്റ് സെക്ഷനില് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് പറഞ്ഞു അല്ലെ, IPD ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾ മെയിൻ ആയിട്ട് ചെറിയ ചെറിയ ഷോർട്ട് ഫോമിൽ വരുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം നൽകണം, കാരണം എക്സാമിന് ഷോർട്ട് ഫോമുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോ IPD എന്താണെന്ന് നമ്മൾ നോക്കി, ദെൻ നമ്മൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. നമ്മുടെ പേഷ്യൻസിനെ കിടത്തുന്നു 24 hours ഉണ്ട്, ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അവരുടെ ഇല്ലസിന്റെ അനുസരിച്ചൊക്കെയാണ് എന്ന് പറഞ്ഞു. ദെൻ ചെറിയൊരു ഡെഫിനേഷൻ പോലെ അഡ്മിഷൻ എന്താണെന്ന് തന്നിരുന്നു, ഡെഫിനേഷനൊക്കെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ദെൻ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിന്റെ പർപ്പസ് എന്താണ്, ഇങ്ങനെ അഡ്മിറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ കുറച്ച് പോയിന്റ്സുകൾ പറഞ്ഞായിരുന്നു, ഞാൻ എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇനി മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് അഡ്മിഷൻ, ഇമ്പോർട്ടന്റ് പോർഷൻ ആയിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്യണേ, സ്റ്റാർ കൊടുക്കുക, ഇമ്പോർട്ടൻസ് എഴുതിയിടാം. എമർജൻസി അഡ്മിഷനും റൊട്ടീൻ അഡ്മിഷനും നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് എമർജൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആ പറയുന്നത് പോലെ തന്നെ അത്യാഹിത വിഭാഗം അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് വരുന്ന അഡ്മിഷൻസ് ആണ്. നിങ്ങൾ ഓരോ എമർജൻസി അഡ്മിഷന്റെയും റൊട്ടീൻ അഡ്മിഷനും പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ്, ഞാൻ അന്ന് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, നിങ്ങൾ എക്സാമ്പിൾ വെച്ച് തന്നെ ആദ്യമേ പഠിക്കാം. കാരണം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്സാമ്പിൾ എടുത്ത് ചോദിക്കാറുണ്ട്, എക്സാമ്പിൾ എടുത്തിട്ട് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് അഡ്മിഷൻ ആണ് എപ്പോഴും ചോദിച്ചു വരുന്നത്. സോ നിങ്ങൾ ഓരോ അഡ്മിഷന്റെയും എക്സാമ്പിൾ നോക്കാം, എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി, അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ. നോക്കാം, എമർജൻസി അഡ്മിഷനിൽ വരുന്നത് എന്തൊക്കെയാണ്, ക്ലൈന്റ് വിത്ത് ഹാർട്ട് അറ്റാക്ക്, ആക്സിഡന്റ്സ് ആൻഡ് പോയിസൺ കേസ്. ഈ ആക്സിഡന്റ് കേസുകളും ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞാല് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗമല്ലേ, ആണോ? അപ്പൊ അങ്ങനെയുള്ള കേസസ് ഒക്കെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അഡ്മിഷനിൽ വരിക. റൊട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്നത് എന്താണ്, എക്സാമ്പിൾ നോക്കാം, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് ആൻഡ് ബ്രോങ്കൈറ്റിസ്. ബ്രോങ്കൈറ്റിസ് ഓർമ്മയുണ്ടോ, ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ വിട്ടുമാറാത്ത ചുമ, ഒരു 3-4 മാസം നീണ്ടു നിൽക്കുന്ന ചുമ, ചിലപ്പോൾ അത് ലങ്സിനെയും മറ്റു ശ്വാസകോശത്തിലേക്ക് അഫക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ, അതാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോ ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ബ്രോങ്കൈറ്റിസ് അല്ലെ, ഡയബറ്റീസ് ഒക്കെ ഷുഗർ പേഷ്യൻസ്, അതൊക്കെ ഒരു എന്താ പറയാ പെട്ടെന്ന് വരുന്ന ഒരു ഇതല്ലല്ലോ, ഓൾറെഡി ഉണ്ടായിട്ടുള്ള ഒരു ഇതാണ്, പെട്ടെന്ന് വരുന്ന സിറ്റുവേഷൻ ആണ് എമർജൻസി എന്ന് പറയുന്നത്. റൊട്ടീനിൽ വരുന്നതാണ് ഈ ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ബ്രോങ്കൈറ്റിസും. നിങ്ങൾ എന്ത് ചെയ്യാം, എക്സാമ്പിൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം, രണ്ടെണ്ണത്തിന്റെ. ഓക്കെ, അങ്ങനെയാണ് എക്സാമ്പിൾ ചോദിച്ചു വന്നിട്ടുള്ളത്, എക്സാമ്പിളിന് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ. ഓക്കെ, ദെൻ അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ OPD. എങ്ങനെയാണ് OPD കൂടെയുള്ള അഡ്മിഷൻ പ്രൊസീജിയർ? മെയിൻ ആയിട്ട് പേഷ്യൻസിനെ റിസീവ് ചെയ്യുക, ദെൻ സോഷ്യൽ ഡാറ്റ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ദെൻ നമ്മൾ പറഞ്ഞു ഒരു അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്. ഒരു അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി, ഇൻഫർമേഷൻ കൊടുക്കണം, ഐഡന്റിഫിക്കേഷൻ, ബ്രേസ്ലെറ്റ് നിർമ്മിക്കുക, അല്ലെങ്കിൽ വാർഡ് നേഴ്സിന്റെ വിസിറ്റേഴ്സിന്റെ പാസ് ടൈം, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം എന്ത് ചെയ്യുക, ഓരോ പോയിന്റ്സും പഠിക്കണം. ഇവിടെ മെയിൻ ആയിട്ട് നോക്കാം, TPA ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, TPA അണ്ടർലൈൻ ചെയ്ത് പോകുക, ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ, എങ്കിലും ഇനി നോക്കാം. TPA തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ദെൻ മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD. OPD-യിൽ നമ്മൾ പുറത്തിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കിയത് അല്ലെ. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, BP, പൾസസ് ഒക്കെ നോക്കും. അപ്പൊ നിങ്ങൾ ആ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ OPD-യിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിലോ അങ്ങനെ ഇംഗ്ലീഷ് മനസ്സിലാക്കി വെക്കാം. അപ്പൊ അത് ഏത് സെക്ഷനിലാണെന്ന് നമുക്ക് അറിയാൻ പറ്റണം. ചിലപ്പോ ഇങ്ങനെ എക്സാമ്പിളൊക്കെ കണ്ടുകൊണ്ട് ചോദിക്കാം, ഇത് ഏത് സെക്ഷനിലാണ് ചെയ്യുന്നത്. അപ്പൊ ഓരോന്നിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് അത് അറിഞ്ഞിരിക്കാം. നിങ്ങൾക്ക് കണ്ടു പഠിക്കാൻ പറ്റിയില്ല എങ്കിൽ അത്യാവശ്യം മനസ്സിലാകുന്ന രീതിയിൽ അതിന്റെ ഒരു മലയാളം ടേമും കാര്യങ്ങളൊക്കെ ഒന്നും അറിഞ്ഞിരിക്കാം. പിന്നെ നമുക്ക് സ്വന്തം നമുക്ക് വായിക്കുമ്പോൾ ഏകദേശം മനസ്സിലാവില്ല, ഓപ്ഷനും കൂടി കാണുമ്പോൾ. ഓക്കെ, നമ്മൾ ട്രാൻസ്പോർട്ടിംഗ് ക്ലൈന്റ് OPD ടു IPD. ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. 3 പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കാം. വലിയ ഇമ്പോർട്ടൻസ് ഒന്നും നമുക്ക് അതാണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, ദെൻ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സ്. നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഓരോ പോയിന്റ്സ് പറഞ്ഞു, അതിനുള്ളിൽ സബ് പോയിന്റ്സുകളും പറഞ്ഞായിരുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ പോയിന്റ്സിനും പ്രാധാന്യം കൊടുക്കുക, സബ് പോയിന്റ്സിനും പ്രാധാന്യം കൊടുക്കണം. കാരണം
ഇപ്പോ ഏത് സെക്ഷനിലാണ്? ഇപ്പോ ലൊക്കേഷൻ ഓഫ് നേഴ്സ് സ്റ്റേഷൻ, റൂം ബൗണ്ടറീസ്, ക്ലോത്ത് സ്റ്റോറേജ്, കോൾ ലൈറ്റ്, ഐഡന്റിഫൈ ഏത് റെസ്പോൺസിബിലിറ്റി ആണ്, അത് ഓറിയന്റേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഓരോന്നിലും ഇപ്പൊ പ്രിപ്പയർ റൂമിൽ പറയുന്നത് എന്തൊക്കെയാണ്, ഐഡന്റിഫൈ സെൽഫിൽ എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. വലിയ ബുദ്ധിമുട്ടില്ല, ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം എന്നില്ല അല്ലെ, നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. ആണോ? വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു സെക്ഷൻ അല്ലേ? അല്ലേ? നിങ്ങൾ റെസ്പോൺസ് ഇല്ലാലോ? ആണോ? ഓക്കെ. ദെൻ നമ്മൾ പ്രിലിമിനറി ഒബ്സർവേഷൻ പറഞ്ഞായിരുന്നു. ഇവിടെ മെയിൻ ആയിട്ട് 3 നമ്മൾ ഡിസീസസിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഇമ്പോർട്ടൻസ് ആണെന്ന് ഞാൻ അപ്പൊ പറഞ്ഞു, ഒന്ന് അടയാളപ്പെടുത്താം. ഡിസ്കളറേഷൻ ഓഫ് സ്കിന്നിൽ വരുന്ന 3 ഡിസീസസ് ആണ് ജോണ്ടിസ്, സൈനോസിസ് ആൻഡ് ഫേഷ്യൽ പാരലൈസിസ്. ഓക്കെ, ഇതിന് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ 3 ഐഡന്റിഫൈ ചെയ്യാൻ വരും. ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ ആണ് കേട്ടോ അത്. ജോണ്ടിസും സൈനോസിസും ഫേഷ്യൽ പാരലൈസിസ്. ഓക്കെ, ദെൻ നമ്മൾ ചാർട്ടിങ്ങിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പോയിന്റ്സ് ഇവിടെ MLCക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. MLC ഇമ്പോർട്ടന്റ് ആണ്. ദെൻ MLC മെഡിക്കൽ ലീഗൽ എന്നാണ്, മെഡിക്കോ ലീഗൽ എന്നാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള വരുന്നത്. നമുക്ക് 2 എണ്ണത്തിൽ വ്യത്യസ്തമായിട്ട് വന്നപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നായിരുന്നു. ഓക്കെ, മെഡിക്കോ ലീഗൽ കേസ് ആണ് കേട്ടോ. ദെൻ പിന്നെ നമ്മൾ കുറച്ച് ക്ലോത്ത്സിന്റെയും കാര്യങ്ങളും മറ്റുമാണ് പറഞ്ഞത്. അതൊക്കെ ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ നമ്മളിപ്പോ ഇന്നെടുത്ത അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓരോ പോയിന്റ്സുകളും വായിച്ച് നോക്കാം. നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം ഒരു മൈൻഡ് നമുക്ക് റെഡി ആയില്ലേ? ഇപ്പൊ ഞാനിപ്പോ 2 വട്ടം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അതിലപ്പുറം നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോ അതൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഈ ഒരു കാര്യങ്ങൾക്ക് വരുന്നത്, നിങ്ങൾ എന്ത് ചെയ്യാം, അതൊന്ന് കൃത്യമായിട്ട് പഠിക്കാം. നിങ്ങൾ ഈ പോയിന്റ്സ് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ പഠിക്കണ്ട. നിങ്ങൾ മനസ്സിലൊന്ന് ഇപ്പോ നിങ്ങൾ പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ആള് പേഷ്യന്റ് വരുന്നുണ്ടോ എന്ന് പറഞ്ഞു. വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കൺഫർമേഷൻ കിട്ടി. അപ്പൊ നമ്മള് വാർഡ് ബോയ്സിനെ വിളിച്ചു, ആംബുലൻസ് ഒക്കെ അറേഞ്ച് ചെയ്തു. പിന്നെ ആരെ വിളിച്ചു? മെഡിക്കൽ ഓഫീസറെ കോൾ ചെയ്തു. മെഡിക്കൽ ഓഫീസർ വന്നു. എവിടേക്കാണ് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ദെൻ ICUലാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മള് ആള് സ്റ്റേബിൾ ആയതിന് മാത്രം എന്ത് ചെയ്യാം? നമ്മൾ കൺസേൺ വാർഡിലേക്ക് വിടുക അല്ലെ? അങ്ങനെ നമ്മൾ ആ ഒരു ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ മലയാളത്തിൽ നിങ്ങൾ മനസ്സിൽ പറഞ്ഞു നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് എക്സാമിന് ഓൾറെഡി നമുക്കറിയാം ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ കാണുമ്പോ എന്തെങ്കിലും ഐഡിയ കിട്ടൂലേ? നമ്മൾ സ്വയം എഴുതുന്നത് പോലെയല്ലോ. ഓപ്ഷൻ കാണുമ്പോ അത്യാവശ്യം ഒരു ക്ലാസ് കേട്ട് വായിച്ച ഒരു സ്റ്റുഡന്റിന് ആണെങ്കിൽ നല്ല രീതിയിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒട്ടും തന്നെ നിങ്ങൾ വായിക്കാണ്ടിരിക്കരുത്. ക്ലാസ് പരമാവധി നിങ്ങൾ മിസ്സാക്കാണ്ട് നോക്കണം. ഇനി നമുക്കറിയാൻ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ മാക്സിമം റെക്കോർഡഡ് ക്ലാസ് കാണുക. കാരണം നമ്മൾ ഒരു പ്രിന്റഡ് നോട്ട് നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ പറ്റും. ചില ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിന്റെ ആവശ്യം ചിലപ്പോൾ ഇല്ലായിരിക്കാം, നോക്കി പഠിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കും. പക്ഷെ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു ഇതും നമ്മൾ ദെൻ അത് കഴിഞ്ഞിട്ടുള്ള വായിക്കലും തമ്മിൽ വളരെ ഒരു വ്യത്യാസം ഉണ്ട് അല്ലെ? നമുക്ക് അതിന്റെ ഒരു ഭയങ്കര ഒരു എഫക്റ്റീവ് ആണ്. നമ്മൾ ആ ഒരു ക്ലാസ്സിൽ കേൾക്കുന്ന ഒരു ഓർമ്മ വെച്ച് നമുക്ക് ചിലപ്പോൾ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അല്ലെ? അങ്ങനെയാണോ? നിങ്ങൾക്ക് ഫെയിൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ കഴിഞ്ഞ വേറെ ഏതെങ്കിലും കോഴ്സുകൾ എടുക്കുമ്പോഴും നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഇരുന്ന് കേട്ടിട്ടുള്ള ഒരു ഓർമ്മ നമുക്ക് എക്സാമിന്റെ ടൈമിൽ വരാറുണ്ട് അല്ലേ? ടീച്ചർ ഇത് പറഞ്ഞ പോയിന്റ്സ് അല്ലേ എന്നൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. ആണോ? നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഞാൻ ചോദിക്കുന്നതിനൊന്ന് റെസ്പോണ്ട് ചെയ്യണോട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ എല്ലാവരും ഭയങ്കര എന്താ പറയാ ഉറക്കത്തിലിരിക്കുകയാണോ? നമ്മൾ ക്ലാസ് ഡിസ്റ്റർബ് ആവാണ്ടിരിക്കാനാണ് മ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ചോദിക്കുന്ന നിങ്ങളത് കമന്റ് ഇടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പോണ്ട് ഒക്കെ ചെയ്യാം. ഓക്കെ, ദെൻ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ഇനി ഓവറായിട്ട് ഞാൻ ഓവറായിട്ട് ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്തൊന്ന് പറഞ്ഞത് മാത്രം. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ആണോ എല്ലാവരും ഈ ഒരു ചാപ്റ്റർ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെച്ചാലോ നമുക്ക്? ഓക്കെ, then next chapter 12, transfer of patient. Okay, പുതിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മൾ ഒരു വാർഡ് പഠിച്ചു, then ICU എന്താണെന്ന് പഠിച്ചു, then നമ്മൾ ഒരു ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു. ഇനിയാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്.
പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ആളെ ഇവിടുന്ന് മാറ്റി ഇവിടുന്ന് കൊണ്ടുപോയിക്കോളാം പറഞ്ഞു എന്നൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പിന്നെ ഹോസ്പിറ്റൽ നമ്മള് പേഷ്യന്റിനെ വാർഡിനെ സംബന്ധിച്ച് വരുന്നത് പോലെ കുറച്ചും കൂടി ഇത്തിരി കൂടി പുതിയ പുതിയ ടേംസും കാര്യങ്ങളും ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഓക്കെ, ബുദ്ധിമുട്ടൊന്നും ഇല്ല, നമുക്ക് പഠിച്ചെടുക്കാവുന്നുള്ളൂ അല്ലെ. നിങ്ങൾ ഈ ഒരു 3 ചാപ്റ്ററിലൂടെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആ ഒരു നമ്മളുടെ ഒരു ട്രാക്കിലേക്ക് വരും. നിങ്ങൾ ഓക്കെ, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങളൊരു ഫസ്റ്റ് ക്ലാസ്സുകളിലേക്കാളും ഇപ്പോ നമ്മൾ ഇത്ര ഒരു ഇപ്പോ എന്റെ ക്ലാസ്സിലാണെങ്കിൽ ഒരു 3 ചാപ്റ്ററോളം നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്ന ഒരു ഫീലിംഗ് തന്നെയാണോ ഇപ്പോഴും, അല്ലെങ്കിൽ കുറച്ചെങ്കിലും നിങ്ങൾ ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് സ്വയം എനിക്ക് കുഴപ്പമില്ല പഠിച്ചാൽ കിട്ടും എന്നുള്ളൊരു വരുന്നുണ്ടോ? ഓക്കെ, ദെൻ നമ്മൾ എടുക്കുന്നത് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള കാര്യമാണ് അല്ലെ. നമ്മൾ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു എന്നൊക്കെ. പക്ഷെ അതിനുള്ളിൽ എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ, എന്തിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ, ഇതിനെ കുറിച്ചൊന്നും നമുക്ക് വലിയ അറിവൊന്നും ഇല്ല അല്ലെ. അപ്പൊ നമ്മളത് ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുക. ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ്. ഓക്കെ, നോക്കാം. കയ്യിൽ കോപ്പി ഉള്ളവരാണെങ്കിൽ കോപ്പി പിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി കോപ്പി ഇല്ലാത്തവർ ഈ ഒരു ചാപ്റ്ററിന്റെ കോപ്പി എടുത്തോളൂ. ഓക്കെ, ദെൻ introduction. The intra and inter hospital patient transfer is an important aspect of patient care which is often handled to enhance the existing management of the patient. നോക്കാം, intra and inter important ആണ് കേട്ടോ. ഇൻട്ര ആൻഡ് ഇന്റർ. എന്താണ് ഇൻട്ര ഇന്റർ കേട്ടിട്ടുണ്ടോ? പറയുമ്പോ ആ ഒരു ഫ്ലോയിൽ ഒരേപോലെ നമുക്ക് തോന്നും, പക്ഷെ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള മീനിങ് ആണ്. ഇൻട്ര ആൻഡ് ഇന്റർ. ഇൻട്ര മീൻസ് എന്താണ്? ഇൻട്ര ഉള്ളിലാണോ? ഇൻട്ര മീൻസ് ഇന്റർ എന്താണ്? അപ്പോ ഇന്റർ നമ്മള് ഇന്ററും ഔട്ടർ എന്നൊക്കെ പറയാറില്ലേ? ഇന്റർ മീൻസ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇൻട്ര ആൻഡ് ഇന്റർ. ഇന്റർ മീൻസ് നമുക്കറിയാം ഒരു ഇന്റർ എന്ന് വെച്ചാൽ ഉള്ളില്, നമ്മൾ ഔട്ടർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് പുറത്ത്. ഓക്കെ, ഇന്റർ ഉള്ളിൽ, ഇൻട്ര എന്ന് പറഞ്ഞാല് പുറത്ത്, ഔട്ട്സൈഡ് അല്ലെങ്കിൽ ഔട്ടർ എന്നുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ, ഇൻട്ര പുറത്ത്. ഇപ്പൊ തന്നെ നിങ്ങൾ കോപ്പി ഉള്ളവരാണെങ്കിൽ ഒന്ന് മുകളിലൊന്ന് എഴുതിയിടാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇന്റർ മീൻസ് ഉള്ളിൽ, ഇന്റർ എന്നൊക്കെ പറയില്ലേ? ഇന്റർ ഉള്ളിൽ, ഇൻട്ര പുറത്ത്. ഓക്കെ, എഴുതിയിടണേ. The intra and inter hospital patient transfer. പേഷ്യൻസിന് നമ്മൾ ഇന്റർ ട്രാൻസ്ഫറും ചെയ്യും, ഇൻട്രാ ട്രാൻസ്ഫറും ചെയ്യും. എന്താണ് ഈ ഇൻട്രാ ഇന്റർ ട്രാൻസ്ഫർ എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമുക്ക് ഇന്റർ എടുക്കാം. ഓക്കെ, ഇന്റർ എന്ന് പറഞ്ഞാൽ നമ്മള് ഉള്ളിൽ നിന്നുള്ളൊരു മീനിങ് ആണ് അല്ലെ. അപ്പോ നമുക്കറിയാം, ഇപ്പൊ ഒരു പേഷ്യന്റിന് നമ്മളൊരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അസുഖമായിട്ട് വന്നു അല്ലെ. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു പേഷ്യന്റിന് പെട്ടെന്ന് ഒരു നെഞ്ചുവേദനയോ അങ്ങനെ എന്തെങ്കിലും പെയിനൊക്കെ ആയിട്ട് നമ്മള് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നു. ദെൻ ആളെ ഡോക്ടർ വന്ന് നോക്കി പരിശോധിച്ച ശേഷം ആളുടെ സ്റ്റേജ് ഇത്തിരി ക്രിട്ടിക്കൽ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആളെ നമ്മള് പെട്ടെന്ന് തന്നെ നമ്മള് ഓൾറെഡി അഡ്മിറ്റഡ് ആയിരുന്നു പേഷ്യന്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസസ് ആയിട്ട് വന്നു, ആളെ നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. സോ ഇപ്പൊ നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ICU എന്ന് പറയുന്നത്, പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു കാഷ്വാലിറ്റിയിൽ നിന്നും ആളെ എന്ത് ചെയ്തു? ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇങ്ങനെയുള്ള ഒരു ഷിഫ്റ്റിംഗ് ആണ് നമ്മൾ ഇന്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ മറ്റു സെക്ഷനിലേക്ക്. ഇപ്പൊ ഒരു വാർഡിൽ കിടക്കുകയാണ് ഒരു പേഷ്യന്റ്, ഇപ്പൊ ആള് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വാർഡിൽ കിടക്കുകയാണ്. പക്ഷെ ആ വാർഡിൽ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ആൾക്ക് എന്തെങ്കിലും ശ്വാസതടസ്സമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വന്ന് പെട്ടെന്ന് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഒക്കെ വന്നു. അങ്ങനെയുള്ള സമയത്തും പെട്ടെന്ന് തന്നെ ആ ഒരു വാർഡിൽ നിന്നും ആളെ ICUലേക്കും മറ്റും ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അത് ഹോസ്പിറ്റലിന്റെ ഉള്ളിലെ ഒരു വാർഡിൽ നിന്നും തന്നെ അല്ലെ, ഒരു സെക്ഷനിൽ നിന്നും വാർഡിൽ നിന്നും ICUലേക്ക്
അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ നിന്ന് ഐസിയുവിലേക്കോ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കോ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ, നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് ഒന്നും പോകുന്നില്ല, അതിന് ഉള്ളിൽ തന്നെ വേറൊരു സെക്ഷനിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് എന്ത് പറയുക? ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ. ക്ലിയർ ആയോ? ഇന്റർ മാറിപ്പോകരുത്. ഇന്റർ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ തറവായിട്ട് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ മറ്റേത് ഓപ്പോസിറ്റ് ആണെന്ന്. ഓക്കെ, രണ്ടും കൂടി പഠിച്ച് കൺഫ്യൂഷൻ ആക്കി മാറിപ്പോകരുതും. ഒരെണ്ണം പ്രോപ്പർ ആയിട്ട് പഠിക്കാം. ഇന്റർ എന്താണ്? ഇന്റർ എന്ന് പറയുന്നത് ഉള്ളിൽ തന്നെ ഹോസ്പിറ്റലിന്റെ ഒരു സെക്ഷനിൽ നിന്നും മറ്റൊരു സെക്ഷനിലേക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇന്റർ. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഇന്റർ ട്രാൻസ്ഫർ ഓക്കെ ആണോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഓൾമോസ്റ്റ് യെസ്. ഇന്റർ എന്ന് പറയുന്നത് ഉള്ളിൽ, ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു വേറൊരു സെക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇന്റർ. ഓക്കെ, ഒന്നുകൂടി പറയാം. ഒരു ഹോസ്പിറ്റലിനുള്ളിൽ ഇപ്പൊ ഒരു പേഷ്യന്റ് ഒരു വാർഡിൽ കിടക്കുകയാണ്. ആ വാർഡിൽ കിടക്കുന്ന ആൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പൊ തന്നെ ആൾ എന്ത് ചെയ്തു? ആ വാർഡിൽ നിന്ന് മാറ്റി ഐസിയുവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിന് പുറത്ത് പോയോ? പുറത്ത് പോയിട്ടില്ല. ആ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ വേറൊരു സെക്ഷനിലേക്ക് ആളെ മാറ്റി. അതിനെയാണ് ഇന്റർ എന്ന് പറയുന്നത്. ഉള്ളിൽ തന്നെ, പുറത്തു പോകാതെ ഹോസ്പിറ്റലിന് ഉള്ളിൽ തന്നെ വേറൊരു സെക്ഷനിലേക്ക് മാറ്റി. ഇതിനെയാണ് എന്ത് പറയുക? ഇന്റർ ട്രാൻസ്ഫർ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി അപ്പൊ എന്തായിരിക്കും ഇൻട്ര എന്ന് പറയുന്നത്? ഇൻട്ര ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലേ ഇൻട്ര എന്ന് പറയുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ തറവായിട്ട് പഠിക്കാം. ഓക്കെ, രണ്ടും കൂടി പഠിച്ച് മിക്സ് ആയി പോകരുത്, അങ്ങോട്ട് ഇങ്ങോട്ട് കൺഫ്യൂഷൻ മാറി പോകരുത്. ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാം. ഇന്റർ നിങ്ങൾക്ക് ഇപ്പൊ ഓക്കെ ആയല്ലോ. ഇന്റർ ഇനി മറന്നു പോകരുത് കേട്ടോ. ഇന്റർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ തന്നെ, പുറത്തോട്ട് പോകുന്നില്ല, അതിന്റെ ഉള്ളിൽ തന്നെ പല പല സെക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോ ഇന്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു, അപ്പോ ആൾക്ക് പെട്ടെന്ന് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷെ നമ്മൾ കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ അതിനുള്ള സാങ്കേതിക ഫെസിലിറ്റീസുകളും മറ്റും ഇല്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് രോഗിയെ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂന്ന് ഡോക്ടേഴ്സ് പറയും, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പൊ തന്നെ ആംബുലൻസിനെ അറേഞ്ച് ചെയ്തിട്ട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ പുറത്തേക്ക് പോകും, ഔട്ടർ അല്ലെ, അവിടെ നിന്ന് പുറത്തേക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകും. അങ്ങനെ വരുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ ഇന്റർ ഇൻട്രാ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതെ, വൺ ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് വിടുന്നതാണ് ഇൻട്രാ. ഓക്കെ, ഇന്റർ എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു ഹോസ്പിറ്റലിലെ മറ്റൊരു സെക്ഷനിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതാണ് ഇന്റർ. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ മലയാളത്തിൽ ഒന്ന് മീനിങ് നിങ്ങളൊന്ന് എഴുതിയിടണേ. അറിയാത്തവരാണെങ്കിൽ മാത്രം ഒന്ന് എഴുതിയിടാം കേട്ടോ. ഓക്കെ, ഇന്റർ മീൻസ് ഉള്ളിൽ, ഇൻട്രാ പുറത്ത്. ഇന്ററും ക്ലിയർ ആയോ? പറയുമ്പോൾ ഒരുപോലൊക്കെ തോന്നും. ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാട്ടെ നിങ്ങൾ, അപ്പൊ മാറിപ്പോകില്ല. ഓക്കെ, ഡൗട്ട്സ് വന്നവർക്കൊക്കെ ക്ലിയർ ആയില്ലേ? അപ്പോ നോക്കാം, കണ്ടിന്യൂ ചെയ്യാലോ. Intra and inter-hospital patient transfer is an important aspect of patient care, which is often handled to enhance the existing management of the patient. ഇനി അപ്പോ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻട്രാ ട്രാൻസ്ഫർ ആൻഡ് ഇന്റർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, അല്ലേ? നമ്മളൊരു ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് എന്ത്? ഒരു ഇൻട്രാ ട്രാൻസ്ഫറും അല്ലെങ്കിൽ ഇന്റർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക? എക്സിസ്റ്റിംഗ് ദ മാനേജ്മെന്റ് ഓഫ് ദി പേഷ്യന്റ്. എന്താണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്? ഇവിടെ മാനേജ്മെന്റ് പേഷ്യൻസിന്റെ ഒരു മാനേജ്മെന്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ഇവിടെ പേഷ്യൻസിന്റെ മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരുടെ കണ്ടീഷൻസ്, അല്ലെ? അവർക്ക് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് വെറുതെ ഒരു പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യില്ലല്ലോ. സോ അപ്പോ അതിനു വേണ്ടിയിട്ടാണ്, അതായത് ഒരു
ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഇന്റർ ആൻഡ് ഇന്റർ ട്രാൻസ്ഫറുകളാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിന്റെ മാനേജ്മെന്റ് വർദ്ധിപ്പിക്കുക. മാനേജ്മെന്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു എന്താ പറയാ ഒരു അസുഖം അല്ലെങ്കിൽ അവരുടെ ആ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അവരുടെ ആ ഒരു ആരോഗ്യക്ഷമത വർദ്ധിപ്പിക്കുക. ഓക്കെ, then നോക്കാം. It may involve carrying in a patient within the facility for any diagnostic procedure or shift to another facility with more well-developed care. നോക്കാം, ഒന്നുകൂടി വായിക്കാം. It may involve carrying a patient within the same facility for any diagnostic procedure or shift to another facility with more developed care. നമ്മൾ പറഞ്ഞു ഇന്റർലി നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ നിന്നും ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു സെക്ഷനിൽ നിന്നും മറ്റൊരു സെക്ഷനിലേക്കാണ് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണത്? ഇറ്റ് മേ ക്യാരിങ് എ പേഷ്യന്റ് സെയിം ഫെസിലിറ്റിയിൽ തന്നെ നമ്മൾ ആളെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സിന് വേണ്ടി അല്ലെ, രോഗനിർണയത്തിന് വേണ്ടിയിട്ടാണ്. പൈസയിലേക്ക് മറ്റും ഷിഫ്റ്റ് ചെയ്യുന്നത് അവിടെ അതിനുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു രോഗനിർണയത്തിനും ട്രീറ്റ്മെന്റ്സിനും വേണ്ടിയിട്ടാണ് ഒരു സെക്ഷനിൽ നിന്നും മറ്റൊരു സെക്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പൊ വാർഡിൽ നിന്നും അല്ലെങ്കിൽ ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സിന് വേണ്ടി അല്ലെ, തുടർ ചികിത്സയ്ക്കും കാര്യങ്ങൾക്കും വേണ്ടിയാണ്. Then shift to another facility with more well developed care. ഒരു ഹോസ്പിറ്റലിൽ നിന്നും വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇന്റർവെല്ലില് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും വേറൊരു ഹോസ്പിറ്റലിലേക്ക് ആളെ കൊണ്ടുപോകുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? എന്തിനാണ് നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്? മോർ വെൽ ഡെവലപ്ഡ് കെയർ അല്ലെ, കൂടുതൽ ഡെവലപ്ഡ്. വികസിത നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലിലും അതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പൊ കൂടുതൽ അവർക്ക് ഡെവലപ്ഡ് കെയർ ബെറ്റർ ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ ഡെവലപ്ഡ് കെയർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു ഫെസിലിറ്റിയുള്ള നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയി അത്രേ? മികച്ച ട്രീറ്റ്മെന്റ്. ഓക്കെ, നോക്കാം. The main aim in all such shifting is to maintain the continuity of medical care. ഇനി എന്താണ് ഇങ്ങനെയുള്ള ഷിഫ്റ്റിങ്ങിന്റെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ മെയിൻ എയിം എന്താണെന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. The main aim in all such shifting, ഇങ്ങനെയുള്ള ഷിഫ്റ്റിങ്ങിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? To maintain the continuity of medical care. ആ ഒരു പേഷ്യൻസിന്റെ ചികിത്സ കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, ഞങ്ങൾക്ക് ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല, വീട്ടിൽ പോയിക്കോ, അങ്ങനെയാണ് പറയുന്നത്. അതായത് ഒരു കണ്ടിന്യൂറ്റി കിട്ടണ്ടേ, അല്ലെങ്കിൽ ആളുടെ ജീവൻ രക്ഷിക്കണം നമുക്ക്, അതാണല്ലോ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. സോ അങ്ങനെ ഒരു പേഷ്യൻസിന്റെ ആ ഒരു മെഡിക്കൽ കെയറിന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുക എന്നതാണ് ഇങ്ങനെയുള്ള ട്രാൻസ്ഫറിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാട്ടോ. The main aim in all such shifting is to maintain in the continuity of medical care. Okay, ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയി ഇത്രയും എല്ലാവർക്കും? ഓക്കെ, നമുക്ക് റിപ്പീറ്റ് ചെയ്യാട്ടോ, നോക്കാം. As the transfer of sick patient may produce various physiological changes which may negatively affect the prognosis of the patient, it should be initiate safe transfer consist of decision to transfer and communication, pre-transfer stabilization and preparation. എന്താണ് പറയുന്നത്? Then നോക്കാം. As the transfer of sick patient, ഈ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അസുഖമുള്ള ഒരു പേഷ്യൻസ് may produce various physiological changes. നമ്മൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പേഷ്യൻസിനെ എന്തെങ്കിലും ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഒക്കെ സംഭവിക്കാം അല്ലെ. ഫിസിയോളജിക്കൽ ചേഞ്ചസ് മീൻസ് എന്തെങ്കിലും ഇപ്പോ പെയിനോ മറ്റോ ബുദ്ധിമുട്ടുകളോ, ചിലപ്പോൾ ആൾക്ക് കിടക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഇരിക്കാൻ ഒട്ടും തീരെ പറ്റാത്തൊരു ഫിസിയോളജിക്കൽ അറിയാലോ, അതായത് നമുക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, മാറ്റങ്ങൾ അല്ലെ,
വിച്ച് മേ നെഗറ്റീവ്ലി അഫക്ട് ദ പ്രോഗ്നോസിസ് ഓഫ് ദ പേഷ്യന്റ്. അത് നെഗറ്റീവ് ആയിട്ട് തന്നെ അവരുടെ പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗ്നോസിസ്, രോഗനിർണയം, രോഗപ്രവചനം അല്ലെ, അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നതിൽ, പ്രവചിക്കുന്നതിൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ഇനിഷ്യേറ്റ് സേഫ് ട്രാൻസ്ഫർ. അതുകൊണ്ട് സേഫ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ആണ് നമ്മൾ ചെയ്യേണ്ടത്. കൺസിസ്റ്റ് ഓഫ് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ. എന്താണ് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ഉദ്ദേശിക്കുന്നത്? പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ, പ്രീ ട്രാൻസ്ഫർ. നമ്മൾ പ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻകൂട്ടിയുള്ള ഒരു ട്രാൻസ്ഫർ. മുൻകൂട്ടി ട്രാൻസ്ഫർ എന്ന് ഉദ്ദേശിക്കുന്നത് അതിനായിട്ടുള്ള ഇപ്പൊ ശാരീരിക ബുദ്ധിമുട്ടുകളും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുമല്ലോ. അപ്പൊ അതിനുവേണ്ടി മുൻകൂട്ടി ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ആളെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം അല്ലെ. അതിനുള്ളൊരു പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ്, പ്രീ എന്ന് പറഞ്ഞാൽ മുൻപ്. നമ്മൾ നേരത്തെ പ്രീ ഓരോ എന്താ പറയാ പോസ്റ്റ് ആണ് പ്രീ എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ മുൻകൂട്ടി എങ്ങനെയാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ട പ്രിപ്പറേഷൻസ് കാര്യങ്ങളും മുൻകൂട്ടി ചെയ്യണം. ദെൻ choosing the appropriate mode of transfer. എങ്ങനെയാണ് ഒരു അപ്രോപ്രിയേറ്റ് മോഡ്, എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി തന്നെ ഒന്ന് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക. എക്സാമ്പിൾ ദാറ്റ് ഈസ് land transfer or air transport, personnel going along with the patient, equipment and monitoring needed in the course of transfer, and finally അപ്പോ ഏത് തരത്തിലുള്ള ട്രാൻസ്ഫർ ആണ് ആ പേഷ്യൻസിന് നമുക്ക് നൽകേണ്ടതെന്ന് പ്രോപ്പർ ആയിട്ട് തന്നെ ഒരു പ്രീ സ്റ്റെബിലൈസേഷനോട് കൂടി ഒരു മുൻധാരണയോട് കൂടി ചെയ്യണം അല്ലെ. ഇപ്പോ ചില പേഷ്യൻസിന് ലാൻഡ് ട്രാൻസ്ഫർ മതിയാകും. ലാൻഡ് ട്രാൻസ്ഫർ മീൻസ് നമ്മൾ റോട്ടിൽ കൂടിയൊക്കെ പോകില്ലേ, ആംബുലൻസോ അങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ വെച്ചിട്ട് നമ്മൾ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ എയർ ട്രാൻസ്പോർട്ട് ചില പേഷ്യൻസിന് നമ്മൾക്ക് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എയർ ട്രാൻസ്പോർട്ട് ആയിരിക്കില്ലേ കൂടുതൽ ചെയ്യുന്നത്? ആണോ? നമ്മള് ന്യൂസിലും മറ്റും നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട്, ഒത്തിരി കണ്ടറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ ഹൃദയം മാറ്റിവെക്കല് അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്നുള്ള അടിയന്തര സർജറീസ് കാര്യങ്ങൾക്കൊക്കെ എയർ ട്രാൻസ്പോർട്ട് ആണ്. വെച്ചാല് മറ്റു ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടാണ്ട് പെട്ടെന്ന് ടൈമിനുള്ളിൽ പെട്ടെന്ന് എത്തിക്കുന്ന സർജറീസും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എയർ ട്രാൻസ്പോർട്ട് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ എയർ ട്രാൻസ്പോർട്ട് വേണോ, അല്ലെങ്കിൽ ലാൻഡ് ട്രാൻസ്പോർട്ട് വേണോ, അല്ലെങ്കിൽ പേഴ്സണൽ ഗോയിങ്. ചിലപ്പോ ചില പേഷ്യൻസിന് വലിയ കിട്ടിക്കില്ലെന്ന് അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം വാഹനത്തിൽ തന്നെ അവര് വേറെ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ എക്യുപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് നീഡഡ്, എക്യുപ്മെന്റ് മോണിറ്ററിംഗ് ഒക്കെ ഉള്ള ആംബുലൻസിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ഏത് തരത്തിലുള്ള ട്രാൻസ്ഫർ ആണ് അവർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ട്രാൻസ്പോർട്ട് ആണ് അറേഞ്ച് ചെയ്യേണ്ടത് പ്രീ ട്രാൻസ്ഫറിലാണ് തീരുമാനിക്കുക അല്ലെ. മുൻകൂട്ടി തീരുമാനിക്കും. എയർ ട്രാൻസ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ എക്യുപ്മെന്റ് ഒക്കെ ഉള്ളത് ആംബുലൻസ് ഒക്കെ മോണിറ്ററിംഗ് ഒക്കെ ഉള്ളത് ആംബുലൻസ് ആണെങ്കിൽ അതൊന്ന് അറേഞ്ച് ചെയ്യുക. അത് പേഷ്യൻസിന്റെ അവരുടെ ആ ഒരു എന്താ പറയാ ഫിസിയോളജിക്കൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നവരില്ലേ. അപ്പൊ ആ പേഷ്യൻസിനെ സംബന്ധിച്ച് എന്താണോ പ്രോപ്പർ ആയിട്ട് അപ്പോ ആവശ്യമായിട്ട് വേണ്ടത് അതിനുള്ള ഈ സജ്ജീകരണങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. Then the documentation and hand over the patient at receiving facility. ഇനി ഇവിടെ നിന്ന് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻസിനെ കൊണ്ടുവന്നു, നമ്മൾ അവിടെ അത്യാവശ്യമായ ഒരു കാഷ്വാലിറ്റി ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു. ചിലപ്പോ ഇപ്പോ ECG അല്ലെങ്കിൽ എക്സ്റേയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്തി. അതിനുശേഷമാണ് ഡോക്ടർ പറഞ്ഞു ആള് ചിലപ്പോൾ ഇവിടെ തുടരാനായിട്ട് സാധിക്കില്ല, മറ്റേതെങ്കിലും നല്ലൊരു ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് ആളെ ഷിഫ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് ഫിക്സ് ചെയ്തു. നമ്മളിപ്പോ ആംബുലൻസിലാണെങ്കിൽ ആളെ ട്രാൻസ്പോർട്ടിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോണെയാണ്, ഷിഫ്റ്റ് ചെയ്യാൻ പോണെയാണ്. അപ്പൊ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഇവിടെ അത്യാവശ്യം ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഡോക്ടർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സിന്റെ ആ ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യാം, ഈ പേഷ്യന്റ് പോകുമ്പോ പേഷ്യൻസിന്റെ ഒപ്പം തന്നെ ഹാൻഡ് ഓവർ ചെയ്യണം. എന്നിട്ട് ഹാൻഡ് ഓവർ ചെയ്യുക. എവിടെയാണോ ഏത് ഹോസ്പിറ്റലിലേക്കാണോ കൊണ്ടുപോയത് അവിടെയുള്ള ഒരു റിസീവിംഗ് ഫെസിലിറ്റി മീൻസ് റിസീവ് ചെയ്യാൻ വരുന്ന നഴ്സുമാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ കയ്യിൽ ഈ ഒരു ടെസ്റ്റുകളുടെ കോപ്പി അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെന്റ് അവർക്ക് കൊടുക്കുക. ഓക്കെ, ഇത്രയുമാണ് ഒരു ട്രാൻസ്ഫറിൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇത് നമ്മൾ അതിന് മുമ്പിൽ വരുന്ന ഓരോന്നും സബ് പോയിന്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. മൊത്തത്തില് ഒരു എന്താ പറയാ ഓവറോൾ ആയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ ഇൻട്രൊഡക്ഷൻ? ഓക്കെ, ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഇൻട്രൊഡക്ഷൻ വായിക്കാം. ദെൻ നിങ്ങളൊന്ന് വായിക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ. The intra and inter hospital
patient transfer is an important aspect of patient care, which is often handled to enhance the existing management of the patient. It may involve carrying a patient within the same facility for any diagnostic procedures or shift to another facility with a more well-developed care. The main aim in all such shifting is to maintain the continuity of medical care. As transfer of sick patient may produce various physiological changes which may negatively affect the prognosis of the patient, it should be initiated. Safe transfer consists of decision to transfer and communication, pre-transfer civilization and preparation, choosing the appropriate mode of transfer, that is land transfer, air transport, personnel going along with the patient, equipment and monitoring needed in the course of transfer, and finally, the documentation and handover of the patient at the receiving facility. അല്ലെ നമ്മൾ പറഞ്ഞു ഇന്റർ ആൻഡ് ഇന്റർ ട്രാൻസ്ഫർ എന്ന് പറയുന്നതാണ് ഒരു ഹോസ്പിറ്റലിലെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇന്റർ മീൻസ് നമ്മൾ പറഞ്ഞു ഉള്ളിലുള്ളത്. ഒരു ഹോസ്പിറ്റലിന്റെ ഒരു വാർഡിൽ നിന്നോ ഒരു പേഷ്യന്റിനെ ആ ഒരു ഹോസ്പിറ്റലിലെ ICUലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇന്റർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് പുറത്തേക്ക് പോകുന്നില്ല, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ വരുന്നത് ഇന്റർ. ഇൻട്ര എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പുറത്തേക്ക് പോവുകയാണ്. ഓക്കെ, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇൻട്രാ ട്രാൻസ്ഫർ. ഇനി എന്താണ് മെയിൻ ആയിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? പേഷ്യൻസിന്റെ ഒരു ക്ഷമത അല്ലെങ്കിൽ മാനേജ്മെന്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മാനേജ്മെന്റ് മീൻസ് അവരുടെ രോഗാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഒരു ആരോഗ്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. Then it may involve carrying patient with the same arm. ഇനി നമ്മൾ പറഞ്ഞു നമ്മൾ ആ ഒരു ഇന്റർ ട്രാൻസ്ഫറിലാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിനുള്ളിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിന്റെ മറ്റൊരു സെക്ഷനിലേക്ക് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡയഗ്നോസ്റ്റിക്കും കാര്യങ്ങളും നമ്മൾ രോഗനിർണയത്തിന് അല്ലെങ്കിൽ മറ്റു ട്രീറ്റ്മെന്റ്സിനും വേണ്ടിയിട്ടാണ്. അതുപോലെ മറ്റൊരു ഫെസിലിറ്റിയിലേക്ക് നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വെൽ ഡെവലപ്ഡ് കെയർ ലഭിക്കുന്നതിന്, നല്ലൊരു ഫർദർ ട്രീറ്റ്മെന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ നമ്മൾ പറഞ്ഞു മെയിൻ എയിം എന്ന് പറയുന്നത് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ. പേഷ്യൻസിന്റെ മെഡിക്കൽ കെയറിൽ ഒരു കണ്ടിന്യൂറ്റി, പേഷ്യൻസിന്റെ ചികിത്സ നിർത്തി പോകാതെ സ്റ്റോപ്പായി പോകാതെ ഒരു കണ്ടിന്യൂറ്റി ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ട്രാൻസ്ഫറുകൾ ചെയ്യുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു ഇനി ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ ടൈമിൽ പേഷ്യൻസിന് ശാരീരികമായിട്ട് എന്തെങ്കിലും മറ്റ് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ വന്നേക്കാം. സോ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പ്രീ ആസൂത്രണത്തോടു കൂടി ഏത് തരത്തിലുള്ള ട്രാൻസ്പോർട്ട് ആണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നോക്കുക. ഇപ്പോ എയർ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് ചൂസ് ചെയ്യാം. ദെൻ നമ്മൾക്ക് നമ്മളുടെ സ്വന്തം വാഹനത്തിൽ പോവുകയാണെങ്കിൽ അങ്ങനെ. ദെൻ ആംബുലൻസ് അറേഞ്ച് ചെയ്യണമെങ്കിൽ എക്യുപ്മെന്റ്സോ മോണിറ്ററൊക്കെ നമുക്കറിയാം. വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ആംബുലൻസ് ഒക്കെ ഉണ്ട്. ഡി ലെവൽ ആംബുലൻസ് അല്ലെങ്കിൽ സാധാരണ മോണിറ്ററൈസ്ഡ് ICU ആംബുലൻസ്, വെന്റിലേറ്റർ ആംബുലൻസ് അല്ലെ, അങ്ങനെ നമുക്കിപ്പോ ഒത്തിരി ആംബുലൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഏതാണോ വേണ്ടതെന്ന് തിരഞ്ഞെടുക്കുക. ദെൻ നമ്മൾ പറഞ്ഞു ലാസ്റ്റ് വൺ എന്താ പറയുന്നത്, നമ്മൾ ഇയാളെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതുവരെ അവിടെ ചെയ്ത ടെസ്റ്റുകളുടെയോ അല്ലെങ്കിൽ PCGസോ അല്ലെങ്കിൽ എക്സ്റേയോ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടുണ്ടോ അതിന്റെ എല്ലാം റിപ്പോർട്ടുകൾ ഡോക്യുമെന്റേഷൻ എന്ത് ചെയ്യുക? ആ ഒരു ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ സ്വീകരിക്കുന്ന ആ ഒരു വ്യക്തിയെ മീൻസ് നഴ്സസ് ആരെങ്കിലും സ്വീകരിക്കുക, അവർക്ക് എന്ത് ചെയ്യുക? നമ്മളുടെ ഈ ഒരു ഡോക്യുമെന്റേഷൻ ഹാൻഡ് ഓവർ ചെയ്യുക. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. നമ്മൾ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, സ്പീഡ് കുഴപ്പമില്ലാലോ? ഭയങ്കര സ്ലോ ആയിട്ട് പറഞ്ഞാൽ അതും നിങ്ങൾക്ക് ഭയങ്കര ബോറായിട്ട് തോന്നില്ലേ? സ്പീഡ് കൂടുന്നുണ്ടോ? ഓക്കെ, നോർമലല്ലേ പോകുന്നത്? സ്പീഡ് കൂടുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ കേട്ടോ. ഓക്കെ,
Then, okay, സ്പീഡ് കൂടുതലില്ലെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒന്നെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. വളരെ സ്ലോലി പറഞ്ഞാൽ അതും നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കൂ. ഇൻട്രൊഡക്ഷൻ വായിക്കാം കേട്ടോ. എല്ലാവരും ഇൻട്രൊഡക്ഷൻ പാർട്ട് വായിക്കാം. ദെൻ ഒരു ഡെഫിനേഷൻ ഉണ്ട് കേട്ടോ, നമുക്ക് അതും കൂടി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു കുഞ്ഞു ഡെഫിനേഷൻ പോലെ പറയുന്നത് കേട്ടോ. അത് വായിക്കാം. ഡെഫിനിഷൻ ആണ് ട്രാൻസ്ഫർ എന്നാൽ എന്താണെന്നുള്ളൊരു ഡെഫിനിഷൻ. ട്രാൻസ്ഫർ ഈസ് ഡിഫൈൻഡ് ആസ് പ്രിപ്പയറിംഗ് പേഷ്യന്റ്, completing requisite records and shifting patient to another department within the hospital or to another hospital or home. നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയല്ലേ പറയുന്നത്. ട്രാൻസ്ഫർ ഈസ് ഡിഫൈൻഡ് ആസ് പ്രിപ്പയറിംഗ് പേഷ്യന്റ്, പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്യിക്കുകയാണ് അല്ലെ. completing requisite records and shifting patient to another department within the hospital or to another hospital or home. എന്താണ് പറയുന്നത്? നമ്മള് രോഗിയുടെ റിക്വസൈറ്റ് മീൻസ് അഭ്യർത്ഥന. അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ രോഗിയുടെ അഭ്യർത്ഥിക്കുന്നില്ലാലോ, രോഗിയുടെ അസുഖത്തിനെ പാലിച്ചുകൊണ്ട് അല്ലെ, അല്ലെങ്കിൽ രോഗിയുടെ അഭ്യർത്ഥന പാലിച്ചുകൊണ്ട് രോഗിയെ നമ്മൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിനുള്ളിലെ മറ്റൊരു സെക്ഷനിലേക്കോ അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മള് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഇത്രയും പറഞ്ഞില്ലേ ട്രാൻസ്ഫർ എന്താണെന്ന്, അതൊക്കെ തന്നെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഷോർട്ട് ചെയ്ത് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇപ്പൊ നമുക്ക് കോമൺ ആയിട്ട് മൊത്തത്തിൽ മനസ്സിലായില്ലേ? ഇന്റർ എന്താണ്, ഇൻട്രാ എന്താണ്, ദെൻ മെയിൻ എയിം എന്താണ്, കണ്ടിന്യൂറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഏത് ട്രാൻസ്പോർട്ട് ആണോ അവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് ആ ഒരു ട്രാൻസ്പോർട്ട് അവൈലബിലിറ്റി ഒന്ന് നമ്മൾ നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കുക. ദെൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുക? അതുവരെ നമ്മൾ നടത്തിയ ടെസ്റ്റുകളുടെയോ ഡോക്യുമെന്റേഷൻസ് ഒക്കെ അവർക്കൊന്ന് ഹാൻഡ് ഓവർ ചെയ്യുക. ഓക്കെ, ദെൻ പർപ്പസ് ആണ് പറയുന്നത്. കുഞ്ഞു പോയിന്റ്സ് ആണ്, അതുകൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ഇത്രയും ക്ലിയർ ആയോ പറഞ്ഞത്? ഇൻട്രൊഡക്ഷനും ഡെഫിനിഷനും ഓക്കെ ആണോ എല്ലാവർക്കും? ആണോ? ദെൻ നമുക്ക് ഡെഫിനിഷൻ വരെ മതി, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇനി അധികം കൂടുതലായിട്ട് എടുക്കുന്നില്ല. നമ്മളൊരു പുതിയൊരു ചാപ്റ്റർ തുടങ്ങി. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ഇൻട്രൊഡക്ഷൻ ഭാഗം പറഞ്ഞു. ഇതെല്ലാം ഡെഫിനിഷനും കൂടി നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ഓക്കെ, ഇത്രയും എടുത്തത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ക്ലിയർ ആയോ? റെസ്പോണ്ട് ചെയ്തോളൂ. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മലയാളത്തിലൊന്നും വെള്ളമൊന്നും എഴുതിട്ടോളൂ, നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ കേട്ടപ്പോൾ ഓർമ്മയുണ്ടാകും, പക്ഷെ ചിലപ്പോൾ നമുക്ക് വായിച്ചു നോക്കുമ്പോൾ ഓരോ വേർഡിന്റെ ചിലപ്പോൾ മീനിങ് കിട്ടായ്മയൊക്കെ വരാം. സോ ഇപ്പൊ ഇന്ററാക്ട് ഒന്ന് മുകളിലൊന്ന് എഴുതിട്ടോളൂ കേട്ടോ. അപ്പൊ നമുക്ക് വായിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടോ നിങ്ങൾക്ക്? ഡൗട്ട്സോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എടുത്തതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആയില്ലേ? നമുക്ക് എക്സ്ട്രാ നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും. ഇതിൽ നമുക്ക് എക്സ്ട്രാ നോട്ട്സിന് ആവശ്യം വരുന്നില്ല. പിന്നെ ചില ടേമുകളും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയാട്ടോ നോട്ട്സിൽ. ഓക്കെ, ഡെഫിനിഷൻ വരെ എടുക്കുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്തത് തുടങ്ങാം. ഓക്കെ, അപ്പോ ഇതുവരെ ക്ലാസ് ഒക്കെ പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവചിക്കുക എന്നൊക്കെ ഒരു മീനിങ് വെച്ചാൽ രോഗം കണ്ടുപിടിക്കുക എന്നൊക്കെ ഉള്ളതില്ല, ആ ഒരു ഇത് തന്നെ കേട്ടോ. പ്രോഗ്നോസിസ് പ്രവചിക്കുക, നമ്മൾ ടെസ്റ്റുകൾ മറ്റും നടത്തുന്നതിലൂടെ പ്രവചിക്കുക. എന്താണ് രോഗം നമ്മൾ തിരിച്ചറിയുക എന്ന് പറയില്ലേ. മാഡം, ഓക്കെ പറഞ്ഞോളൂ. കഴിഞ്ഞ പാഠത്തിന്റെ ലാസ്റ്റ് ടോപ്പിക് ഒന്ന് വേണ്ടി തരുമോ? എനിക്ക് കിട്ടിയില്ല, കാരണം കുഞ്ഞ് ബഹളമായതുകൊണ്ട് പറ്റിയില്ല.
അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നേരത്തെ പറഞ്ഞത് അല്ലെ? അതാണോ? അതെ അതെ. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു അഡ്മിഷൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയാണ് അഡ്മിഷൻ ചെയ്യുന്നത്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു ഇപ്പോൾ ആക്സിഡന്റ് കേസസുകളും മറ്റൊക്കെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ എങ്ങനെയാണ് അവിടെ ഒരു അഡ്മിഷൻ എടുക്കുന്ന പ്രൊസീജിയർ ആണ് നമ്മൾ പറഞ്ഞത്. എല്ലാവർക്കും കൂടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. നോക്കാം, ചെറുതായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നവരുടെ കാരണം ടൈം അത്രയും കിട്ടുന്ന അറിയില്ല. എന്നാലും ഒരു ഓവറോൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങളത് പോയിന്റ്സ് വായിച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് പറയുന്നത്, നമ്മളൊരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റ് വരികയാണെന്ന് നമുക്കൊരു കൺഫർമേഷൻ കിട്ടി. ഇപ്പൊ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വരികയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതിൽ നമുക്ക് പേഷ്യന്റ് വരികയാണ് എന്നറിയുകയാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യാം, വാർഡ് ബോയ്സിന് വിളിക്കാം. വാർഡ് ബോയ്സ് അറ്റൻഡർ അങ്ങനെയുള്ളതൊക്കെ വാർഡ് ബോയ്സിന് വിളിക്കുകയും എന്നിട്ട് എന്ത് ചെയ്യാം, ഇപ്പൊ പേഷ്യന്റ് ആംബുലൻസിലാണ് വരുന്നതെങ്കിൽ സ്ട്രക്ചർ വഴി എന്ത് ചെയ്യുക, ആളെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിക്കുക. അതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് പറയുന്നത് മെഡിക്കൽ ഓഫീസറെ വിളിക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, വാർഡ് ബോയ്സിനെ വിളിച്ചു, ആംബുലൻസിൽ നിന്ന് സ്ട്രക്ചറിൽ പ്രവേശിപ്പിച്ചു. ദെൻ നമ്മൾ മെഡിക്കൽ ഓഫീസർ കോൾ ചെയ്യുക. മൂന്നാമത് മെഡിക്കൽ ഓഫീസർ വന്നു, പേഷ്യന്റിനെ എന്ത് ചെയ്തു, ഒന്ന് എക്സാമിൻ ചെയ്തു. എക്സാമിൻ ചെയ്ത് പറഞ്ഞു എന്താ പറയാ, ഒന്ന് പരിശോധിച്ചു എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഒന്ന് എക്സാമിനൊക്കെ ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, അയാൾ വന്ന് പരിശോധിച്ചു, മെഡിക്കൽ ഓഫീസർ വന്ന് പരിശോധിച്ചിട്ടു എങ്ങോട്ടാണ് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ചില ക്രിട്ടിക്കൽ ആണെങ്കിൽ ആഴ്ചയിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു. സോ അപ്പോ ഒരു മെഡിക്കൽ ഓഫീസറാണ് ഈ പേഷ്യന്റിനെ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റിൽ പറയുന്നത്, ഇനി ഇപ്പൊ ഒരു പേഷ്യന്റിനെ നമ്മൾ ICUലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ICUലാണെങ്കിൽ ഒരു 2 ദിവസം കിടന്ന് ട്രീറ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞ് ആള് സ്റ്റേബിൾ ആയി കുറച്ചൊന്നും റെഡി ആയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഒരു വാർഡിലേക്കോ റൂമിലേക്കോ ആളെ ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് 4 ക്ലിയർ ആയോ? ഓക്കെ ആയോ? ക്ലിയർ. ഓക്കെ, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ദെൻ അപ്പൊ അതാണ് 5th പോയിന്റ് വരുന്നത്. ഇനി 6ാമത്തെ പോയിന്റ് വരുന്നത് എന്താണ്? 6ാമത്തെ പോയിന്റ് വരുന്നത് നമ്മൾ കൺസേൺഡ് ഫോം ഉണ്ടാവും. ഇപ്പൊ സർജറീസും മറ്റും ചെയ്യുമ്പോൾ കൺസേൺഡ് ഫോമുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്ന കൺസേൺഡ് ഫോം ഒക്കെ എന്ത് ചെയ്യാം, ഒന്ന് റിലേറ്റീവ്സിനെ കൊണ്ടത് സൈൻ ചെയ്യിക്കുക. ദെൻ 7ാമത്തെ പോയിന്റില് നമ്മൾ ഒരു കറസ്പോണ്ടിങ് ഫോർ ദ മെഡിക്കൽ ഓഫീസർ ആസ്ക് ദ പേഷ്യന്റ് ബി ഷിഫ്റ്റഡ്, അതായത് ഒരു മെഡിക്കൽ ഓഫീസറിനെ ആ ഒരു ഫയലുകളും കാര്യങ്ങളും ഒന്ന് അയച്ചു കൊടുക്കുക, ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുക, അയച്ചു കൊടുക്കുക. ദെൻ ലാസ്റ്റ് എന്ത് ചെയ്യാം, മെഡിക്കൽ ഓഫീസറിനെ ആ വാർഡിലേക്ക് ആ ഒരു ഫയൽ എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണോ പറഞ്ഞിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വായിക്കുമ്പോ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും ഇതുവരെ നമ്മള് കഴിഞ്ഞ ഒരു പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ട്, ഇൻട്രൊഡക്ഷനും ദെൻ അതിന്റെ ഒരു ഡെഫിനിഷൻ വരെയാണ് പറഞ്ഞത്. അതുവരെ ക്ലിയർ ആയിട്ട് എന്നെ ഒന്ന് വായിക്കാം. ഓക്കെ, വേറെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ എല്ലാവരും? ആണോ? ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. Okay, thank you. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am.